ഹായ്, ഹലോ. എല്ലാവരും സുഖം തന്നെ ആയിരിക്കുന്നു. ഇനി നമുക്കൊരു പാലക്കിൻ്റെ സബ്ജി കാണാം. പാലക്കെല്ലാം മുറിച്ച് കൈ വൃത്തിയാക്കിയിട്ട് മുറിച്ചിട്ട് വെച്ചതാണ്. ഇതിനു വേണ്ടി ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി വെക്കുക. അത് ഒന്ന് ചൂടാകുമ്പോൾ നമുക്കതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇട്ടിട്ട് കൊടുക്കുക. അതിൽ നമുക്കൊരു 2 മണി കടുക്, ഒരു 2 മണി ജീരകം ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടും അതിൽ ഉള്ളിയും പച്ചമുളകും ചെറിയ വെളുത്തുള്ളിയെല്ലാം നുറുക്കി വെച്ചെല്ലാം അതിലിടാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി ഒന്ന് വാടുമ്പോൾ നമുക്കതിൽ കരുവേപ്പിൻ ചപ്പും കൊത്തമ്പരി ചപ്പും എന്താ നിങ്ങൾക്കുള്ളത് അത് മുറിച്ചിട്ട് അതിലിടാം. അതിൽ ലേശം മഞ്ഞളിൻ്റെ പൊടി, ലേശം മുളക് പൊടി ഇടുക. അതിന് വേണ്ടുന്ന ഉപ്പ് ഇടുക. എന്നിട്ട് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് ഈ പാലക്ക് മുറിച്ചിട്ടെടുത്ത് അതിൻ്റെ അകത്ത് ഇടാം. ഉപ്പും ഇതുമെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പാലക്കിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം അതിലൊട്ടും വെള്ളം വരരുത്. നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് വേവിപ്പിക്കുക. വെള്ളം തന്നെത്താൻ അതിൽ നിന്ന് വന്നോളൂ, വെള്ളമൊന്നും വരണ്ട. അത് കുട്ടികൾക്കെല്ലാം നല്ലതാണ്, കണ്ണിനെല്ലാം. പാലക്കിൻ്റെ ചപ്പ് ഇലക്കറികൾ തിന്നാൽ മൂടി വെക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്നും കൂടി എല്ലാം ഇളക്കിയിട്ട് കൊടുക്കുക. നിങ്ങളടുത്ത് തേങ്ങ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് വരണ്ടിയ തേങ്ങ ഇടാം. എൻ്റെ അടുത്ത് തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. നമ്മളെ തേങ്ങ തീർന്നതുകൊണ്ട് തേങ്ങ വരണ്ടിയിട്ടാൽ നല്ല ഉണ്ടാവും. എല്ലാവർക്കും ബായ്.